ഹായ് ഗൈസ്, ത്രിസ്റ്റ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇത് കണ്ണമ്മോന് ചുമയും ശ്വാസം മുട്ടുമായിട്ട് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ഒരു വീഡിയോ ആണ്. മോന് നല്ല ശ്വാസം മുട്ടും ചുമയൊക്കെ ആയിരുന്നു. ആദ്യം മോനെ അഡ്മിറ്റാക്കിയത് PICUവിലാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോസൊന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല. ഇത് പിന്നെ റൂമിൽ നമ്മൾ വന്നതിന് ശേഷമുള്ള വീഡിയോസാണ്. PICUവിൽ കിടക്കുന്ന ടൈമിൽ ഓക്സിജൻ വെച്ച് കിടക്കുന്ന ആ ടൈമിലൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല എനിക്ക്. ലച്ചുമോക്കും തുമ്പിമോക്കും പനിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ ഹോമിയോയിലാണ് കാണിച്ചത്. 3 പേർക്കും ഒരുമിച്ചാണ് ഈ പനി വന്നത്. മോന് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മോനെ ഞാൻ അടൂർ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ഈ സമയം ലച്ചുവിനും തുമ്പിക്കും നല്ല പനിയാണ്. അപ്പോൾ അവരെ ഞാൻ ചേച്ചിയുടെ അടുത്താക്കിയിട്ടാണ് മോനുമായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ ആകെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. മക്കൾ രണ്ടുപേരും ഇവിടെ, മോനുമായിട്ട് ഞാനവിടെ ഒറ്റയ്ക്കാണ് മോനുമായിട്ട് നിന്ന്. കാരണം മക്കളെ നോക്കാനാകെ അല്ലേ കൂടുതൽ ആൾ വേണ്ടേ. അതുകൊണ്ട് ഞാനവിടെ മോനുമായിട്ട് ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കായിരുന്നു. ICUവിൽ ആൾ നല്ല വാശിയും കരച്ചിലും ഒക്കെ ആയിരുന്നു. ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കണമായിരുന്നു. ഇവിടെ റൂമിൽ വന്നപ്പോഴത്തേക്ക് ആടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറിയതുകൊണ്ടായിരിക്കും അത്യാവശ്യം ആൾ കുറേ നേരം കളിച്ചൊക്കെ നടക്കുമായിരുന്നു. ഇപ്പം എന്നോട് അവിടെ നിന്ന് ഓടി കളിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷം ആടെ ഈ കളിയൊക്കെ ഒന്ന് കാണുന്നത്. വല്ലാത്തൊരു ടെൻഷനിലൊക്കെ ആയിരുന്നു ഈ സമയത്ത്. പിന്നെ ആ സമയം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് ഈ നിമിഷവും കടന്നു പോകുമെന്നുള്ളൊരു സമാധാനത്തിലാണ് പോയത്. ഇത് അടുത്ത റൂമിലുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് കണ്ണമ്മോൻ കളിക്കുക. ആ കുട്ടിക്ക് തന്നെ ആ കളിപ്പാട്ടം അവൻ കൊടുക്കുന്നില്ല, അവൻ കൊണ്ടുവിടും. അപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് പിന്നെ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവനെ അവിടെ നിന്ന് കൂട്ടി റൂമിൽ വന്നിരിക്കുക വെച്ച് ഞാൻ TV ഒക്കെ വെച്ചുകൊണ്ട് തിരുത്തിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും മാറാതെ ആളിങ്ങനെ ഇരിക്കുകയാണ് എന്നെ ചുറ്റിപ്പറ്റി തന്നെ. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി. അപ്പോൾ പോകാനായിട്ട് റെഡിയായി വന്നിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് ബിബി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിബിയുടെ ബില്ലൊക്കെ അടയ്ക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ അവിടെ ഇങ്ങനെ റെഡിയായി ബാഗൊക്കെ എല്ലാം പാക്ക് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ പെട്ടെന്നങ്ങ് വീട്ടിലെത്തിക്കോളാൻ വയ്യാണ്. ലച്ചുമോളെയും തുമ്പിമോളെയും കാണണ്ടേ. അവരെ പിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ആകെ വീട്ടിലോട്ട് ഡിസ്ചാർജ് ആയപ്പോൾ ആകെ സന്തോഷമായിരുന്നു എനിക്ക്. കഴിഞ്ഞ വർഷവും ഈ മാസത്തിൽ ഞങ്ങളിതുപോലെ മോനെ ആയിട്ട് ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വർഷക്കാലം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അവന് ആ ശ്വാസം മുട്ട് വന്നു. ഇപ്പം മോൻ ഓക്കെയാണ്, അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.